ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 14 അധ്യായം 8 വാക്യത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവൻ ഇന്ന് നമ്മോട് സംസാരിപ്പാനുണ്ട്. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഇതുവരെയും നടന്നിട്ടില്ലാതെയും കാലിനൊട്ടും ശക്തിയില്ലാതെയും ഇരിക്കുന്ന ഒരു പുരുഷനുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്ന കേട്ടിട്ട് അദ്ദേഹം പൗലോസിനെ ഉറ്റുനോക്കി. അവന് സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നീ കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് പൗലോസ് പറയുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. 2 കാരണങ്ങളാണ് ഈ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഇന്നുവരെയും നടന്നിട്ടില്ലാത്ത, കാലിനൊട്ടും ശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ഒന്നാമത്, ദൈവത്തിന്റെ വചനം തന്റെ ദാസനായ പൗലോസ് പറയുന്നത് കേൾക്കുവാൻ ഒരു വലിയ ആഗ്രഹം, കേട്ടാൽ ഒരു വിടുതൽ. 2, കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കുന്നത് കൊണ്ട് നിനക്ക് സൗഖ്യമാകുവാൻ വിശ്വാസമുണ്ടോ എന്ന് കണ്ടിട്ട്, അപ്പോൾ വിശ്വാസവും കേൾവിയും നമ്മുടെ ജീവിതത്തിന്റെ വിടുതലിന് കാരണമായി തീരും. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി കാലിനൊട്ടും ശക്തിയില്ലാതെയും ഇതുവരെയും നടന്നിട്ടില്ലാതെയും ഇരിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളെ കേട്ട് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതായ ദൈവത്തിന്റെ വചനം വിശ്വാസമായി അവന്റെ ജീവിതത്തിൽ പരിണമിച്ചപ്പോൾ അവൻ കാലൂന്നി എഴുന്നേറ്റെന്ന് മാത്രമല്ല കുതിച്ചെഴുന്നേറ്റ് നടന്നു എന്ന് നാം വായിച്ചു. ഇന്ന് രാവിലെ ഈ ശബ്ദം കേൾക്കുന്ന അനേകർ കാലിന് മുടന്തുള്ളവരല്ലെങ്കിലും ഇതുവരെയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം അർഹിക്കപ്പെട്ടത് പലതും മുടങ്ങിക്കിടക്കുന്നു. ഈ മനുഷ്യൻ നടക്കുവാൻ അർഹിക്കപ്പെട്ടവനാ, ഇവന് 2 കാലുകളും ശക്തിക്ക് വേണ്ടി അർഹിക്കപ്പെട്ടവനാ. പക്ഷെങ്കിൽ ഇപ്പോൾ ഇവനത് അനുഭവിക്കാൻ കഴിയാതെ ബന്ധനസ്ഥനായൊരു അനുഭവം. നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ ബന്ധനസ്ഥരായി, ഞാൻ അനുഭവിക്കേണ്ട നന്മ എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ ഇതെന്നെയും സൗഖ്യമാക്കുവാൻ, എന്നെയും വിടുവിക്കുവാൻ, എന്റെ പ്രതികൂലങ്ങളിലും പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, വിശ്വസിച്ചാൽ, ആ വിശ്വാസം ഇന്ന് പകൽക്കാലം ഒരത്ഭുതമായി നിങ്ങൾക്ക് പരിണമിക്കും. ആ വിശ്വാസം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറും. ആകയാൽ വിശ്വസിക്കുക, കർത്താവിന്റെ വചനം കേൾക്കുക. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്, അത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഇന്ന് പകൽക്കാലം വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സൗഖ്യങ്ങൾ പ്രതീക്ഷിക്കുക, ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഇന്ന് നാം കാണും. ആമേൻ.